എല്ലാവർക്കും ഹോളിവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സ്പെഷ്യൽ ഒരുപാട് സിനിമകളിൽ നിന്ന് OTT റിലീസ് ചെയ്യുന്നുണ്ട്. സൂഫ്രംസോ, ബസൂക്ക, സുമതി വളവ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രജനീകാന്ത് നായകനായ സിനിമയായിരുന്നു കൂലി. അമീർ ഖാൻ, സൗബിൻ ഷാഹിർ, നാഗാർജുന തുടങ്ങി ഒരുപാട് പേര് കൂലിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ കൂലി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ മാസം 11-നായിരിക്കും ആമസോൺ പ്രൈമിൽ കൂലി സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൺ ബട്ടർ ജാം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസാക്കിയിട്ടുണ്ട്. മലയാളം ഡബ്ബഡ് വെർഷനും വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മീശ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈൻ ടോം ചാക്കോ, ജിയോ ബേബി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു സസ്പെൻസ് മൂവിയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 12-നാണ് മീശയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫ്ലാസ്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഷൈജി കുറുപ്പാണ് സിനിമയിലെ നായകൻ. ഈ ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ലോക. 7 ദിവസത്തിനുള്ളിൽ 101 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ലോക. ദുൽഖർ സൽമാനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കല്യാണി നസ്ലിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായി ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ലോക സിനിമ നെറ്റ്ഫ്ലിക്സിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കമ്മട്ടം എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസാണ്. ഒരു ബാങ്ക് കവർച്ചയെ പറ്റിയാണ് സീരീസ് പറഞ്ഞു പോകുന്നത്. ഈ സീരീസ് C5-ൽ ഇന്ന് രാത്രി 12 മണിക്ക് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ധീരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജഗദീഷ് ഇതിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ ധീരൻ എന്ന സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കണ്ണപ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രഭാസ്, അക്ഷയ് കുമാർ, മോഹൻലാൽ തുടങ്ങി ഒരുപാട് താരനിരണിന്റെ സിനിമയാണ് കണ്ണപ്പ. തിയേറ്ററുകളിൽ കണ്ണപ്പ പരാജയപ്പെട്ടുവെങ്കിലും OTT വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ ഇന്ന് കണ്ണപ്പ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക്കിന് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുകയാണ്. ഒരു ക്ലാസിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഡൊമിനിക്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും OTT ഇതുവരെ വന്നിട്ടില്ല. OTT അവകാശം വിറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. സെപ്റ്റംബർ മാസം 11-ന് ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ഫൂട്ടേജ്. എന്നിട്ട് സിനിമ തിയേറ്ററുകളിൽ നിന്ന് പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT സൺനെസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 5-നാണ് OTT റിലീസ്. അതായത് ഫൂട്ടേജ് സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സൂഫ്രംസോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ സിനിമയാണ്. എന്നിട്ട് സിനിമ കേരളത്തിൽ വിജയിച്ചു. കഴിഞ്ഞ വീക്ക് വരെ സൂഫ്രംസോ സിനിമ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. രാജ്ബി ഷെട്ടിയാണ് സിനിമയുടെ നായകൻ. നല്ല അഭിപ്രായമാണ് സൂഫ്രംസോ നേടിയെടുത്തത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സെപ്റ്റംബർ മാസം 5-ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സൂഫ്രംസോയുടെ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് സൂഫ്രംസോ OTTയിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് സുമതി വളവിന് വേണ്ടിയാണ്. സിനിമ നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. ഒരുപാട് ഹൊറർ സിനിമയിലുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കോമഡികൾ സിനിമയിലുണ്ട്. പ്രേക്ഷകർ 2 കൈ നീട്ടി സിനിമയെ സ്വീകരിച്ചു. യുവാക്കളും ഫാമിലി പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് സുമതി വളവ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. ഗോകുലം ഗോപാലനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. C5 ആണ് ഇപ്പോൾ സുമതി വളവിൻ്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സെപ്റ്റംബർ മാസം 11-ന് സുമതി വളവ് OTTയിൽ വന്നേക്കും. അവസാനത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി മികച്ച ആക്ഷനാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ബസൂക്കയ്ക്ക് വേണ്ടി ആരാധകർ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അവർ OTT റിലീസ് ചെയ്തിട്ടില്ല. സാധാരണ മമ്മൂട്ടി സിനിമകൾ ഇപ്പോൾ OTTയിൽ വിറ്റുപോകാറില്ല. എന്നാൽ ബസൂക്ക സിനിമ C5 2 മാസം മുന്നേ തന്നെ വാങ്ങിയതാണ്. എന്നിട്ടും അവർ
അവർ OTT റിലീസാക്കുന്നില്ല. ഇപ്പോഴത്തെ ബസൂക്ക് സിനിമ സർപ്രൈസായിട്ട് C5-ൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഓണം സ്പെഷ്യലായിട്ടായിരിക്കും ബസൂക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.